ഞങ്ങൾ ഉത്സവത്തിന് പോയി. ഞങ്ങളുടെ ഒരു കട്ട ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ഒരാളുടെ വീട്ടിൽ അവിടുത്തെ തറവാട്ടമ്പലത്തിൽ ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് ചായയോടെയൊക്കെ കഴിഞ്ഞ് കുട്ടിക്കുറുമ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും റെഡിയായി. അമ്പലത്തിൽ താലം, പൂരം എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഇൻട്രസ്റ്റിൽ ഞങ്ങളിങ്ങനെ നിൽക്കണം. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ട്രഡീഷണൽ റെഡിയായി, പക്ക പെർഫെക്റ്റ് നല്ല പൊളി ഉത്സവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടത് ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനെ കാളകളി എന്നാണ് പറയുക. ഇത് കേട്ടിരിക്കാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ശരിക്കും ഒരു പ്രത്യേക ഒരു ഫീലാണ് അത്. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല എന്താണ് കാളകളി എന്നുള്ളത്. ഏതൊരു കലാരൂപത്തിനും അതിൻ്റേതായ രീതികളും ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം പിന്നെ ചെറിയ അമ്മാമ്മമാരൊക്കെ അതിനനുസരിച്ച് ആ പാട്ടിനനുസരിച്ച് കൈകൊട്ടി ചെറുതായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതായത് കാളകളി എന്ന് പറയുന്നത് ഒരു ഇതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അപ്പം തന്നെ അടുത്ത 2 പാട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിങ്കാരിമേളം വന്നു. ശിങ്കാരിമേളം പൊളിയായിരുന്നു കേട്ടോ. കുട്ടീസൊക്കെ അടിച്ച് പൊളിച്ച് വിക്കൂസ് പിള്ളേരുകളൊക്കെ തകർത്താടി. പിന്നെ വിവൂസിനെ ശിങ്കാരിമേളത്തിൽ കഴിയുമ്പോൾ വിളിച്ചപ്പോൾ ആൾക്ക് ചമ്മലായി. അപ്പോൾ നൈസായിട്ട് ആൾ വേഗം ഓടി വന്നു. വീണ്ടും ആൾ ചെറുതായിട്ടൊക്കെ തുള്ളി. പിന്നെ ഞങ്ങൾ ആ വഴി നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ പൂരം നടക്കുന്നുണ്ടായിരുന്നു. 3 ആനയ്ക്കായിരുന്നു പൂരം. 3 ആനകളെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. 2 ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന ആനകളുടെ ഒരു കുട്ടിക്കൃഷ്ണന്മാരായിരുന്നു, പേരായിരുന്നു. അങ്ങനെ പൂരമൊക്കെ കണ്ടു. പിന്നെ പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിഷ്ടമാണ്. അപ്പോൾ അത് ആസ്വദിക്കാനും അടിപൊളിയാണ്. പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊമ്പ് കുഴലൊക്കെ ആയിട്ടുള്ള അതൊരു പ്രത്യേക രസമാണ് കേട്ട് നിൽക്കാൻ തന്നെ, ആനയും എല്ലാമായിട്ട്. അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ശിങ്കാരിമേളത്തിൻ്റെ ആൾക്കാർ അവർ വന്നു. അവർ കൊട്ടിക്കലാശം നടത്തി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വിശപ്പിട്ട് വരിക വന്നപ്പോൾ വേഗം അങ്ങനെ തിരക്കാവുന്ന അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ശേഷമാണ് വെടിക്കെട്ടിന് ഒരു അമ്പലത്തിൽ നിന്ന് ഒരു ദീപം കൊളുത്തി അവിടെ വെടിമരുന്ന് കുറച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നടക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അവരവിടെ തീ കൊളുത്തിയിട്ടാണ് അങ്ങനെ അവർ കുത്തുവിളക്കും പിന്നെ വെടിക്കെട്ടിന് കൊളുത്താനുള്ളൊരു കമ്പുമ്മ തീയുമായിട്ടാണ് അവർ വെടിക്കെട്ട് നടത്തണം അവിടേക്ക് തീ കൊളുത്താനായിട്ട് പോകുന്നത്. അങ്ങനെ വെടിക്കെട്ട് ഒരക്ഷണ്ടായില്ല, അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കി ഒരു ഇടിമിന്നൽ എന്തിട്ടൊക്കെയാണെന്ന് വിചാരിച്ചു. അടിപൊളി വെടിക്കെട്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ല, ഇടയ്ക്ക് നമ്മൾ ഉത്സവങ്ങൾ കാണാറുണ്ട്, പക്ഷേ ഇത്ര അടുത്തിന് കാണണം. പിന്നെ പിരിയാമൂട്ട് അടിപൊളി ഒരു രക്ഷയുണ്ടായില്ല. പിള്ളേരൊക്കെ നോക്കി പോകും. നമുക്ക് കാണുമ്പോൾ തന്നെ ഓരോ ടൈമിലും പല കളറുകളായിട്ട് വരിക. അപ്പോൾ ടാറ്റാ, ബൈ, നാളെ കാണാം.